ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് സബ്നെറ്റ് ആണ്. നിങ്ങളതിൽ 3 കാര്യങ്ങൾ മിനിമം കൊടുക്കണം എന്ന് പറഞ്ഞു നെറ്റ്വർക്ക് കോൺഫിഗറേഷനിൽ. ഒന്നാമത്തത് IP, രണ്ടാമത്തത് സബ്നെറ്റ് മാസ്ക്, മൂന്നാമത്തത് ഗേറ്റ്വേ. ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ മിനിമം കൊടുക്കേണ്ടത്. അത് ഗേറ്റ്വേ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഗേറ്റ്വേ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ മെഷീനിൽ നിന്നും പാക്കറ്റ്സ് പുറത്തു പോകേണ്ട ഒരു കേസ് വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഗേറ്റ്വേ ആവശ്യം വരുന്നുള്ളൂ. അല്ലാത്തടത്തോളം പോലെ നമ്മൾ ഈ 2 എണ്ണം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ നെറ്റ്വർക്കിലുള്ള മെഷീൻ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പോൾ നെറ്റ്വർക്ക് നമ്മൾ വരയ്ക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ രീതിയിൽ നമ്മൾ വരയ്ക്കും. കമ്പ്യൂട്ടേഴ്സ്, അതിനുശേഷം ഹബ്ബ് അല്ലെങ്കിൽ സ്വിച്ച്. ഈ 2 ഡിവൈസുകളാണ് കമ്പ്യൂട്ടറുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഹബ്ബ് ലെയർ 7 ആണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹബ്ബ് ലെയർ 7ൽ വർക്ക് ചെയ്യുന്നു, അതായത് ഫിസിക്കൽ ലെയറിൽ. സ്വിച്ച് എന്ന് പറഞ്ഞാൽ ലെയർ 2 അല്ലെങ്കിൽ ലെയർ 3. ഈ 2 ലെയറിൽ ലാണ് സ്വിച്ച് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ലെയർ 3 സ്വിച്ചിന് നമ്മൾ IP അഡ്രസ്സുകളൊക്കെ തിരിച്ചറിയാൻ പറ്റും. ലെയർ 2 സ്വിച്ചിന് അത് പറ്റില്ല. പിന്നെ ഇത് തമ്മിലുള്ള വേറെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് ഒരു സ്വിച്ചിനകത്തേക്ക് അല്ലെങ്കിൽ ഹബിനകത്തേക്ക് ഡിഫറെൻറ്റ് പോർട്ടുകൾ ഉണ്ടാവും. ഈ പോർട്ടുകളൊക്കെയിലാണ് നമ്മൾ ഈ വയർ കണക്ട് ചെയ്യുന്നത്. അപ്പം ഈ ഹബ്ബ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കണക്ട് ചെയ്തുള്ള ഒരു പാക്കറ്റ് വന്നു കഴിഞ്ഞാൽ അതെല്ലാ പോർട്ടിനും കിട്ടും. നേരെ മറിച്ച് സ്വിച്ചിൻ്റെ കേസിൽ സ്വിച്ച് ഇതിൻ്റെ MAC അഡ്രസ്സ് ഇന്നലെ നമ്മൾ കണ്ടു. MAC അഡ്രസ്സ്, മെഷീൻ്റെ MAC അഡ്രസ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ടേബിൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ടേബിൾ അനുസരിച്ച് ഏതിൻ്റെ MAC ആണോ പാക്കറ്റിനകത്തുള്ളത് ആ മെഷീൻ കണക്ട് ചെയ്ത പോർട്ടിലേക്ക് മാത്രമേ ഈ സ്വിച്ച് ഇത് ഡെലിവർ ചെയ്യൂ. അപ്പോൾ ഇത്രയും വ്യത്യാസങ്ങൾ ഈ 2 ഡിവൈസുകൾ തമ്മിൽ ഉണ്ട്. ഓക്കെ, ഹബ്ബും സ്വിച്ചും. അപ്പം ഈ സാധനമൊക്കെ നിങ്ങൾ ഓഫീസിൽ ചെറിയ തോതിലൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടാവും. ഇതാണ് ഒരു നെറ്റ്വർക്കിൻ്റെ കണക്ഷൻ. ഇപ്പോൾ ഇവിടെ ഒരു ഹബ്ബാണ് യൂസ് ചെയ്തത്. ഇത് സ്വിച്ച് ആവാം, കമ്പ്യൂട്ടർ തമ്മിൽ കണക്ട് ചെയ്യും. അതിനുശേഷം അതിലൊരു പ്രിൻ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടറിൽ പ്രിൻ്റർ ഇതിന് മാത്രമുള്ളതാവാം, അല്ലെങ്കിൽ ഈ നെറ്റ്വർക്കിലുള്ള എല്ലാ മെഷീൻസിൽ നിന്നും ഇതിലേക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റാവുന്ന തരത്തിലായിരിക്കും പ്രിൻ്റർ കോൺഫിഗർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നെറ്റ്വർക്ക് പ്രിൻ്റർ. ഇനി ഈ പ്രിൻ്റർ മെഷീനിലേക്ക് അല്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് സ്വിച്ചിലേക്ക് അല്ലെങ്കിൽ ഹബിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ലെയർ 2 സ്വിച്ച് ഉണ്ട്, ലെയർ 3 സ്വിച്ച് ഉണ്ട്. അപ്പോൾ ലെയർ 3 സ്വിച്ചിന് IP അഡ്രസ് ഡീൽ ചെയ്യാൻ പറ്റും. ലെയർ 2 സ്വിച്ച് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലെയർ എന്ന് പറഞ്ഞാൽ ഡാറ്റ ലിങ്ക് ലെയർ ആണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഇത് തമ്മിലുള്ള വ്യത്യാസം, ഹബ്ബും സ്വിച്ചും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് വന്നു കഴിഞ്ഞാൽ അത് എല്ലാ പോർട്ടിലും ഹബ്ബ് ഡെലിവർ ചെയ്യും. പക്ഷേ സ്വിച്ച് ആ രീതിയിൽ ഡെലിവർ ചെയ്യില്ല. ആ പാക്കറ്റിനകത്തുള്ള MAC അഡ്രസ് നോക്കും. MAC എന്ന് പറഞ്ഞാൽ ഈ മെഷീൻ്റെ. അപ്പോൾ അത് നേരത്തെ സ്വിച്ച് റെക്കോർഡ് ചെയ്ത് വയ്ക്കും. ഒരു പ്രാവശ്യം ഓൺ ചെയ്യുമ്പോഴും ഏതൊക്കെ മെഷീൻസ് ആണ് അതിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് ആ മെഷീൻ്റെ MAC അഡ്രസ് എല്ലാം സ്വിച്ച് നോട്ട് ചെയ്ത് വയ്ക്കും. ആ MAC അഡ്രസ്സുള്ള മെഷീൻ ഏത് പോർട്ടിലാണോ കണക്ട് ചെയ്തിട്ടുള്ളത് ആ പോർട്ടിലേക്ക് മാത്രമേ സ്വിച്ചിൽ ഡെലിവർ ചെയ്യൂ, പാക്കറ്റ് ഡെലിവർ ചെയ്യൂ. അപ്പോൾ ഇത്രയും വ്യത്യാസങ്ങൾ ഈ ഹബ്ബും സ്വിച്ചും തമ്മിൽ ഉണ്ട്. ഓക്കെ, ഇനി അപ്പോൾ ഇതാണൊരു സിമ്പിൾ കണക്ഷൻ. അപ്പോൾ ഇതിൽ ഒരു സെർവറും കുറച്ച് മെഷീൻസും ഒരു ഹബ്ബിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു നെറ്റ്വർക്കായി. പിന്നെ ഈ പ്രിൻ്റർ കണക്ട് ചെയ്തത് ഒന്നുകിൽ ഇതൊരു മെഷീനിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഇത് ഈ മെഷീനിൽ മാത്രം യൂസ് ചെയ്യുന്ന തരത്തിൽ പ്രിൻ്റർ കോൺഫിഗർ ചെയ്യാം, അല്ലെങ്കിൽ ഈ എല്ലാ മെഷീനിനും യൂസ് ചെയ്യുന്ന തരത്തിൽ പ്രിൻ്റർ കോൺഫിഗർ ചെയ്യാം. ഇനി പ്രിൻ്ററിന് നെറ്റ്വർക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ, നെറ്റ്വർക്ക് കേബിളും കാര്യങ്ങളും കണക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രിൻ്റർ ഡയറക്റ്റായിട്ട് ഹബിലേക്കോ സ്വിച്ചിലേക്കോ കണക്ട് ചെയ്യാം. ഓക്കെ, ഈ രീതിയിലെല്ലാം ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത്, ഇപ്പോൾ ഈ കേബിളൊക്കെ നിങ്ങൾ ഓഫീസിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഈ കേബിൾ എങ്ങനെയാണ്, ഏത് ടൈപ്പ് കേബിളാണിത്? എന്ത് കേബിളായിരിക്കും ഇത്? അല്ലെങ്കിൽ ഈ കണക്ടിവിറ്റി എന്ത് ടൈപ്പ് ആയിരിക്കും? ഇപ്പോൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഈതർനെറ്റാണ്. ഇപ്പോൾ ഈതർനെറ്റ് എന്ന് പറഞ്ഞ ടെക്നോളജിയാണ് നമ്മൾ നെറ്റ്വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിന് യൂസ് ചെയ്യുന്ന കേബിള്
ക്യാറ്റ് 5 അല്ലെങ്കിൽ ക്യാറ്റ് 6. ഇതിൽ യൂസ് ചെയ്യുന്ന കണക്ടർ RJ45. ഇതെല്ലാം നിങ്ങൾ ഓഫീസിൽ യൂസ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഇതാണ് RJ45 കേബിള് ക്യാറ്റ് 6. പിന്നെ ഇതിൻ്റെ കണക്ടിവിറ്റി ഈ രീതിയിലാണ്. പിന്നെ ക്രോസ് ഓവർ അതായത് രണ്ട് കമ്പ്യൂട്ടർ തമ്മിൽ നേരിട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് കമ്പ്യൂട്ടർ വഴി ഒരു സ്വിച്ച് വഴി രണ്ട് കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാം. അപ്പം ക്രോസ് ഓവർ ക്രിമ്പിംഗ് എന്ന് പറയും. അപ്പോൾ അതിന് നമ്മൾ രണ്ട് കമ്പ്യൂട്ടർ ഡയറക്റ്റ് കണക്ട് ചെയ്യാനാണ് ക്രോസ് ഓവർ ക്രിമ്പിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് കേബിൾ ക്രിമ്പിംഗ് യൂസ് ചെയ്യും. അപ്പം ഈ താഴെ കാണിച്ചാണ് ക്രോസ് ഓവർ ക്രിമ്പിംഗ്, മുകളിൽ കാണുന്നത് സ്ട്രെയിറ്റ് ക്രിമ്പിംഗ്. അപ്പോൾ ഇത് ഈ RJ45 എന്നുള്ള ഈ കേബിളിൽ ഈ കണക്ടറിലേക്ക് എങ്ങനെയാണ് ഈ വയർന്ന് വരുന്ന ഈ ക്യാറ്റ് 5 അല്ലെങ്കിൽ ക്യാറ്റ് 6 കേബിളിൽ വരുന്ന വയേഴ്സ് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ സ്ട്രെയിറ്റ് കണക്ഷൻ, ക്രോസ് ഓവർ കണക്ഷൻ. ക്രോസ് ഓവർ കണക്ഷൻ നമ്മൾ രണ്ട് കമ്പ്യൂട്ടർ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ഇത് കമ്പ്യൂട്ടർ ടു സ്വിച്ച്, ദെൻ സ്വിച്ച് ടു അനദർ കമ്പ്യൂട്ടർ. ആ രീതിയിൽ കമ്പ്യൂട്ടറും സ്വിച്ചും തമ്മിലുള്ള കണക്ഷൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ട്രെയിറ്റ് ക്രിമ്പിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ചില നെറ്റ്വർക്ക് കാർഡുകൾക്കൊക്കെ ഇത് സ്ട്രെയിറ്റ് തന്നെ യൂസ് ചെയ്താലും ഈ കമ്പ്യൂട്ടർ കണക്ടിവിറ്റി അത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓഫീസിലൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇതൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഒരു മെഷീൻ നെറ്റ്വർക്കിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന കാര്യം ഇന്നലെ പറഞ്ഞു. അതായത് നിങ്ങൾ മിനിമം 3 ഇൻഫർമേഷൻ, അതായത് ഗേറ്റ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ അവിടുന്ന് പാക്കറ്റൊക്കെ പുറത്തു കൊണ്ട കേസിൽ മാത്രമേ അത് കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ രണ്ട് കാര്യം എന്തായാലും കൊടുക്കണം, IP-യും മാസ്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും മസ്റ്റാണ്, IP ആൻഡ് മാസ്ക്. സബ്നെറ്റ് മാസ്ക്, അതിന് നമ്മൾ തൽക്കാലം അതിനെ നെറ്റ് മാസ്ക് എന്ന് വിളിക്കും. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കൊടുത്തേ പറ്റൂ. ഇതിൻ്റെ കൂടെ IP അഡ്രസ് നമ്മൾ കണ്ടു. ക്ലാസ് A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. ഇതിൻ്റെ പ്രൈവറ്റ് റേഞ്ച് നമുക്ക് നോക്കാം. ഇതാണ് C ക്ലാസ്സിലെ പ്രൈവറ്റ് റേഞ്ച്. 192.168.0.02, 192.168.255. ഇനി ഈ ക്ലാസ്സിലെ 4 IPv വേർഷൻ 4 4 ഒക്ടറ്റ് ആണെന്ന് പറഞ്ഞു. ഇതിൽ ഈ ഒരു സംഭവം ഇത് നമ്മൾ ആവശ്യമുണ്ടെന്ന് ഇന്നലെ പറഞ്ഞായിരുന്നു, നെറ്റ്വർക്ക് ID ആൻഡ് ഹോസ്റ്റ് ID. അപ്പോൾ ക്ലാസ് Cയിലെ ഈ 3 ഒക്ടറ്റ് ആണ് നെറ്റ്വർക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, നെറ്റ്വർക്ക് ID. ഓക്കെ, ഇതിൽ ലാസ്റ്റ് ഒക്ടറ്റ്, അതായത് ലാസ്റ്റ് 8 ബിറ്റ് w.x.y.z മാത്രമേ ഹോസ്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ C ക്ലാസ്സിലെ നെറ്റ്വർക്ക് ID എന്ന് പറയുന്നത് ഒരു സാമ്പിൾ അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 192.168.1.100. ഇതൊരു IP ആണ്, C ക്ലാസ്സിലെ പ്രൈവറ്റ് IP ആണ്. അപ്പോൾ ഇതിനകത്തുള്ള ഈ 3 എണ്ണം ഇതാണ് നെറ്റ്വർക്ക് പാർട്ട് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ID. ഈ ഒരെണ്ണം മാത്രമേ ഹോസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. ഇതാണ് ഹോസ്റ്റ് പാർട്ട്. അപ്പം ഈ ലാസ്റ്റ് ഒക്ടറ്റ്, അതായത് 8 ബിറ്റ് മാത്രം യൂസ് ചെയ്യുന്നുണ്ട്. തിയറിറ്റിക്കലി നമുക്ക് 2⁸8 ഹോസ്റ്റുകൾ ഒരു നെറ്റ്വർക്കിനകത്ത് പോസിബിൾ ആണെന്ന് പറയും. ഇതിൻ്റെ നെറ്റ്വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 192.168 ഇപ്പോൾ 1 എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. അതുപോലെ 192.168.0.1 ഒരു IP ആയിരിക്കും. 1.1 അടുത്ത നെറ്റ്വർക്കിൽ IP ആയിരിക്കും. അതായത് ഇത്രയാണ് നെറ്റ്വർക്ക് പാർട്ട്. അപ്പോൾ ഈ നെറ്റ്വർക്കിന് നമ്മൾ 192.168.0.0 നെറ്റ്വർക്ക് എന്ന് പറയും. ഇതിന് നമ്മൾ പറയുന്നത് 192.168.1.0 നെറ്റ്വർക്ക് എന്ന് പറയും. ഇനി വേറൊരു അഡ്രസ്സാണ് 192.168.2.1. അത് വേറൊരു അഡ്രസ്സാണ്, പ്രൈവറ്റ് അഡ്രസ്, ക്ലാസ് C. അപ്പോൾ ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് 192.168.2.0 നെറ്റ്വർക്ക്.
ഈ രീതിയിലാണ്. അപ്പം നമ്മൾ ഈ ക്ലാസ് സി എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ എളുപ്പം. കാരണം ഇതിൽ ഈ ലാസ്റ്റ് ഒബ്ജക്റ്റുമാണ് ഹോസ്റ്റിനെ ഐഡൻറ്റിഫൈ യൂസ് ചെയ്യുന്നത്. അപ്പം കുറഞ്ഞ ഹോസ്റ്റേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ സി ക്ലാസ് എടുക്കുന്നത്. നമ്മുടെ ഡിസ്കഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത്. അപ്പോൾ ഇതേ മെത്തേഡ് തന്നെയാണ്, ഇതേ തിയറി തന്നെയാണ് എല്ലാ ക്ലാസ്സിലും അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. മറ്റേത് ബി ക്ലാസ് ബിയിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് ഒക്ടറ്റ് നെറ്റ്വർക്ക് പാർട്ടിനും 2 ഒക്ടറ്റ് ഹോസ്റ്റ് പാർട്ടിനും. അപ്പോൾ 2/16 ഹോസ്റ്റുകൾ പോസിബിൾ ആണ്. ഇതിൽ 2/8 ഹോസ്റ്റുകളാണ് തിയറിറ്റിക്കലി പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, തിയറിറ്റിക്കലാണ്, പ്രാക്ടിക്കലല്ല. ഇപ്പം ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം 192.168.0 നെറ്റ്വർക്കിലെ 0.0 ഒരു മിഷൻ നമ്മൾ അസൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? അത് ആ നെറ്റ്വർക്കിൻ്റെ ID ആണ്. ഓക്കെ, അപ്പോൾ ഒരു അഡ്രസ്സ് പോയി. അപ്പോൾ ഇപ്പം തന്നെ ഒരു അഡ്രസ്സ് പോയി. ഓക്കെ, അപ്പം ഈ 192.168.0.0 192.168.255 എന്ന് പറയുമെങ്കിലും കൂടി അത് തിയറിയാണ്, പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല. അപ്പം തിയറിറ്റിക്കലി നമുക്ക് പറയാം ഇപ്പോൾ 192.168.2.0 നെറ്റ്വർക്കിൽ അഡ്രസ്സുകൾ 2.0 മുതൽ ഹോസ്റ്റ് പാർട്ട് മാത്രം കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പം ഈ 0 വരില്ല, 2 വരില്ല, ഹോസ്റ്റ് പാർട്ട് മാത്രം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ .0 to .255 ഇത്രയും അഡ്രസ്സുകൾ അതിൽ ഉണ്ടാവണം. 256 2/8. പക്ഷേ പ്രാക്ടിക്കലി ഇത്രയും പോസിബിൾ അല്ല. കാരണം ഈ 0 എന്ന് പറയുന്ന സാധനം എന്താണ്? നെറ്റ്വർക്ക് ID ആണ്. അപ്പോൾ ഒരെണ്ണം പോയി, അപ്പോൾ 255 അപ്പോൾ ഇനിയും കുറച്ചെണ്ണം കൂടെ ഇതിനകത്ത് നിന്ന് പോകാനുണ്ട്. ഓക്കെ, അത് നമുക്ക് പിന്നെ നോക്കാം. അപ്പം ബേസിക്കലി ഇത്രയും കാര്യങ്ങളുള്ളൂ. അപ്പം ഇതിൽ 256 നമുക്ക് തിയറിറ്റിക്കലി പറയാമെങ്കിലും കൂടി അതിൽ ആക്ച്വലി കിട്ടുന്നത് 255 ഉള്ളൂ. ഇത് ഇനിയും കുറയും. ഓക്കെ, ഇപ്പം നമുക്ക് ഇത്രയും കൺസിഡർ ചെയ്താൽ മതി. അപ്പം 2.0 എന്ന് പറയുന്നത് നിങ്ങളുടെ നെറ്റ്വർക്ക് ID ആണ്. അപ്പോൾ ഒരു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ 2.0 നെറ്റ്വർക്ക്, ഇതാണ് നെറ്റ്വർക്ക് ID. അപ്പോൾ 2.0-ലെ അഡ്രസ്സുകൾ തുടങ്ങുന്നത് 2.1 തൊട്ടാണ്. 2.1, 2.2, 2.3 ഇതെല്ലാം നിങ്ങൾക്ക് മെഷീന് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെ പോയിട്ട് ഈ 255 നിങ്ങൾ കൊടുക്കില്ല, 2.254 വരെ കൊടുക്കും. കാരണം അതിനെ ബ്രോഡ്കാസ്റ്റ് അഡ്രസ് എന്ന് വിളിക്കും. അപ്പോൾ എന്തായാലും രണ്ടെണ്ണം പോകും. ഒന്ന് നെറ്റ്വർക്ക് IDക്ക് വേണ്ടി പോകും, ഒരെണ്ണം ബ്രോഡ്കാസ്റ്റിന് വേണ്ടി പോകും. ബ്രോഡ്കാസ്റ്റ് അഡ്രസ് എന്നുള്ള രീതിയിൽ 255 പോകും. അപ്പോൾ ഇതും യൂസ് ചെയ്യാൻ പറ്റില്ല, ഇതും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നെറ്റ് ഇഫക്റ്റ് 254 ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ ഓഫീസിൽ യൂസ് ചെയ്യുന്ന IP ഏതാണ്? IP റേഞ്ച് ഏതാണ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഈ 192.168 കമ്പ്യൂട്ടർ, പ്രിൻ്റർ, ക്യാമറ അത്രയും കാര്യങ്ങളെ കാണുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ 192.168 ആയിരിക്കും നിങ്ങളവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ ഒരു കേസിൽ നമുക്ക് ഏത് നെറ്റ്വർക്ക് നിങ്ങൾക്ക് എടുക്കാം. 192.168.0 എടുക്കാം, 1 എടുക്കാം, 2 എടുക്കാം. ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ 255 എടുക്കാം. ഓക്കെ, അപ്പം ഈ സൈഡ് ഈ രീതിയിൽ ഇങ്ങനെ പോയി എവിടെ എത്തും? 255 വരെ പോകും. ഇതിങ്ങനെ പോയിട്ട് 255.0 അത് നെറ്റ്വർക്ക് ID 1, അതിലെ ഫസ്റ്റ് IP, ആ രീതിയിൽ 255. ഓക്കെ, ഈ രീതിയിൽ അപ്പം ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇത്രയും ഒരുപാട് നെറ്റ്വർക്കുകൾ അവിടെ അവൈലബിൾ ആണ്. അതായത് 2/32 ബിറ്റിലെ 8 ബിറ്റ് ഹോസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ, ബാക്കി 24 ബിറ്റും നെറ്റ്വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ 2/24 നെറ്റ്വർക്കുകൾ ഇതിൽ നിങ്ങൾക്ക് കിട്ടും. 192.168.0, 192.168.1, 192.168.2 ആ രീതിയിൽ പോകും. 2/24 നെറ്റ്വർക്കുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഏത് ക്ലാസ് IP നിങ്ങൾ യൂസ് ചെയ്യണം തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് എത്ര നെറ്റ്വർക്ക് വേണം, എത്ര ഹോസ്റ്റാണ് ഓരോ നെറ്റ്വർക്കിലും നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഏത് ക്ലാസ് യൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പം കുറഞ്ഞൊരു കേസിൽ അല്ലെങ്കിൽ സാധാരണ 255 കമ്പ്യൂട്ടറൊക്കെ ഒരു ഓഫീസിൽ ഓക്കെയാണ്. അപ്പം സാധാരണ കേസിൽ ഈ C ക്ലാസ് ഈ റേഞ്ചാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞു അപ്പോൾ നമ്മുടെ ക്ലാസ് സെലക്ട് ചെയ്തു. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലാസ് സി ആണ്. അപ്പോൾ ക്ലാസ് നമ്മൾ സെലക്ട് ചെയ്തു, ക്ലാസ് നമ്മൾ സി ആണ്. ഓക്കെ, ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ഒരു നെറ്റ്വർക്ക് വരച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഹബ് ഓർ സ്വിച്ചിലേക്ക് നമ്മൾ കുറേ, ഇതാണ് നമ്മുടെ ബാക്ക് ബോൺ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറേ കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുന്നു. കമ്പ്യൂട്ടർ ആവാം, അല്ലെങ്കിൽ ഡിവൈസുകളാവാം. ഓക്കെ, നെറ്റ്വർക്ക് ഡിവൈസുകളാവാം. ഓക്കെ, അപ്പം നമ്മൾ പറയുന്നു ആദ്യം നമ്മൾ നെറ്റ്വർക്ക് ഐ ഡി അത് നമ്മൾ തീരുമാനിക്കണം. നെറ്റ്വർക്ക് ഐ ഡി, അതായത് ഏത് നെറ്റ്വർക്കാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം സപ്പോസ് നമ്മൾ സെലക്ട് ചെയ്യുന്ന 192.168.1.0 ഈ നെറ്റ്വർക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ നെറ്റ്വർക്കിൻ്റെ 192.168.1.0 നെറ്റ്വർക്കാണ് ഇത്. ഓക്കെ, ഇനി ഇതേ സ്വിച്ചിലേക്ക് നിങ്ങൾക്ക് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് കണക്ട് ചെയ്യാം. ഇതേ സ്വിച്ചിലേക്ക് തന്നെ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് കണക്ട് ചെയ്തു. അതിൻ്റെ നെറ്റ്വർക്ക് ഐ ഡി 192.168.2.0. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് 1ലെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് 192.168.1.0 നെറ്റ്വർക്കും, ഡിപ്പാർട്ട്മെൻറ്റ് 2ലെ നെറ്റ്വർക്ക് 192.168.2.0 നെറ്റ്വർക്കും. ഓക്കെ, അപ്പോൾ ഇതിലും ഇങ്ങനെ കുറേ മെഷീൻസ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞ കേസാണ്. അപ്പോൾ ഇതിൽ ഓക്കെ, അങ്ങോട്ട് പോവാം നമുക്ക്. അപ്പോൾ ഇതിൽ 4 മെഷീൻസ്, ഇതിൽ 3 മെഷീൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഇതിലൊരു നെറ്റ്വർക്കിലെ ഒരു മെഷീൻ്റെ IP എന്ന് പറയുന്നത്, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് 1 അതിലെ ഒരു IP എന്ന് പറയുന്നത് 192.168.1.1, ഇത് 192.168.1.2, 1.3, 192.168.1.4. ഓക്കെ, ഇനി രണ്ടാമത്തെ ഡിപ്പാർട്ട്മെൻറ്റിലെ മെഷീൻസിന് നമ്മൾ IP കൊടുക്കാൻ പറ്റിയത് അത് 192.168.2.0 നെറ്റ്വർക്കാണ്. അപ്പം നമ്മൾ കൊടുക്കുന്ന IPs 2.1, 2.2, 2.3 ഈ രീതിയിലായിരിക്കും. അതായത് 192.168.2.1, 192.168.2.2, 192.168.2.3. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഏറ്റവും മിനിമം 2 കാര്യങ്ങൾ കൊടുക്കണം, മിനിമം 3 കാര്യങ്ങൾ കൊടുക്കണം. അപ്പോൾ ഏറ്റവും മിനിമത്തിൻ്റെ കേസ് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ആദ്യം നമ്മൾ ഏത് ക്ലാസ്സാണ്, എത്ര കമ്പ്യൂട്ടർ ഉണ്ട് നമ്മുടെ നെറ്റ്വർക്കിന് തീരുമാനിച്ചു. അതിനുശേഷം നമ്മൾ ഏത് ക്ലാസ് വേണം തീരുമാനിച്ചു. അതായത് നെറ്റ്വർക്കിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും എണ്ണം അനുസരിച്ച് നമ്മൾ ക്ലാസ് തീരുമാനിച്ചു. അതിനുശേഷം ആ ക്ലാസ്സിലുള്ള ഏത് നെറ്റ്വർക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നെറ്റ്വർക്ക് ID നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ 1.0യും 2.0യും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ക്ലാസ് Cയിലെ പ്രൈവറ്റ് റേഞ്ച്. ഓക്കെ, ഇനി നമ്മൾ തീരുമാനിക്കേണ്ടത്, അതായത് ഏറ്റവും മിനിമം നമ്മൾ കൊടുക്കുന്ന രണ്ടാമത്തെ കാര്യം, അതായത് നെറ്റ് മാസ്ക്. ഇത് എത്രയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം വരുന്നുണ്ട്. ഈ ക്ലാസ് C ഓരോ ക്ലാസ്സിലും ഒരു ഡീഫോൾട്ട് നെറ്റ് മാസ്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇത് ഓരോ ക്ലാസ്സിലുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഡീഫോൾട്ട് നെറ്റ് മാസ്ക് കിട്ടാൻ നമ്മൾ ചെയ്യുന്നത്, ഇതിൻ്റെ നേരത്തെ നമ്മൾ ആ പിക്ചർ കണ്ടു. നെറ്റ്വർക്ക് പാർട്ടിലെ എല്ലാ ബിറ്റും all bits equal to 1. ഇനി അതിൻ്റെ ഹോസ്റ്റ് പാർട്ടിലെ, അതായത് w.x.y.send അതിലെ ഹോസ്റ്റ് പാർട്ടിലെ all bits 0. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഡീഫോൾട്ട് നെറ്റ് മാസ്ക് കിട്ടും. അപ്പം ക്ലാസ് സി എടുത്തു കഴിഞ്ഞാൽ
w dot wx dot y dot set. ഇതിലെ ഈ സെറ്റാണ് ക്ലാസ് സി എടുത്തു കഴിഞ്ഞാൽ സെറ്റാണ് ഹോസ്റ്റ് പാർട്ട്. ഇതാണ് ഹോസ്റ്റ് പാർട്ട്. ഇതിലെ എല്ലാ ബിറ്റും 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 0 ആയി. ഓക്കെ, ഇത് 0 ആയി. ബാക്കി 3 എണ്ണമാണ് നെറ്റ്വർക്ക് പാർട്ട്. ക്ലാസ് സിയിൽ നെറ്റ്വർക്ക് പാർട്ട് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഐ ഡി. ഓക്കെ, ആ പിക്ചർ ഒന്നും കൂടെ നോക്കാം. ഓക്കെ, ക്ലാസ് സിയിലെ നെറ്റ്വർക്ക് ഐ ഡി എന്ന് പറയുന്നത് ആദ്യത്തെ WXY, ഹോസ്റ്റ് ഐ ഡി ഹോസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ലാസ്റ്റ് സെറ്റ് ആണ്. ഓക്കെ, അപ്പം ഇതെല്ലാം എന്ത് ചെയ്യുക, ബിറ്റ് 1, എല്ലാ ബിറ്റും 1 ആക്കുക, ഈക്വൽ ടു 1. അപ്പോൾ എന്ത് കിട്ടും? എല്ലാ ബിറ്റും 1 ആയിട്ടുള്ള നമ്പർ ഏതാണ്? 8 ബിറ്റും 1 ആയി കഴിഞ്ഞാൽ അത് 255 ഡെസിമലിൽ 255, എക്സിലും 255 ഡോട്ട് വൈയിലും 255. ഇതാണ് ഡീഫാൾട്ട് നെറ്റ് മാസ്ക്. ക്ലാസ് സിയിലെ ഡീഫാൾട്ട് നെറ്റ് മാസ്ക് പറയുന്നത് 3255 ഒരു 0. ഓക്കെ, ഇനി ക്ലാസ് ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലാസ് ബിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു 2 ഒക്ടറ്റ് ഹോസ്റ്റിനും പോവും, 2 ഒക്ടറ്റ് നെറ്റ്വർക്ക് ഐ ഡിക്കും പോകും. അതായത് W Xും നെറ്റ്വർക്ക് ഐ ഡി, വൈയും സെറ്റും ഹോസ്റ്റ് ഐ ഡി. ഓക്കെ, അപ്പോൾ നമ്മൾ ഡീഫാൾട്ട് നെറ്റ് മാസ്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഈ നെറ്റ്വർക്ക് ഐ ഡിക്ക് യൂസ് ചെയ്യുന്ന ആ പാർട്ടിലെ എല്ലാ ബിറ്റും 1 ആക്കുക. അതായത് ഇതിപ്പോൾ എന്ത് കിട്ടും? 255. ഇവിടെ 2 ഒക്ടറ്റ് ഉണ്ട്. എല്ലാ ഒക്ടറ്റും ഹോസ്റ്റ് പാർട്ടിലെ എല്ലാ ബിറ്റും 0. അപ്പം 0 കിട്ടും. ഇതും അടുത്തതും 0 കിട്ടും. ഓക്കെ, അപ്പം 255.255.0.0. ഇതാണ് ക്ലാസ് ബിയിലെ ഡീഫാൾട്ട് നെറ്റ് മാസ്ക്. അപ്പോൾ ക്ലാസ് ബിയിലെ നെറ്റ്വർക്ക് ഡീഫാൾട്ട് നെറ്റ് മാസ്ക് പറയുന്നത് 255.255.0.0. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഡീഫാൾട്ട് നെറ്റ് മാസ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് നെറ്റ്വർക്ക് പാർട്ട് കംപ്ലീറ്റ് 1 ആക്കും, ഹോസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് 0 ആക്കും. അപ്പം കിട്ടുന്നത് എന്താണോ അതാണ് ഡീഫാൾട്ട് നെറ്റ് മാസ്ക്. അപ്പോൾ ഈ ഓരോ ക്ലാസ്സിനും ഇപ്പം ക്ലാസ് എയുടേതാണെങ്കിൽ ആദ്യത്തെ ഒരു ഒക്ടറ്റ് മാത്രമേ നെറ്റ്വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് ഡീഫാൾട്ട് നെറ്റ് മാസ്ക് പറയുന്നത് 255.0.0.0. ഓക്കെ, ഇത്രയാണ് ഡീഫാൾട്ട് നെറ്റ് മാസ്കിൻ്റെ കേസ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് നെറ്റ് മാസ്ക് കൊടുക്കണം? ഇത് ഡീഫാൾട്ടാണ്, നമുക്കത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനി നമ്മൾ അറിയേണ്ടത്, അപ്പോൾ നിങ്ങളുടെ ഓഫീസിൽ 2 കമ്പ്യൂട്ടർ തമ്മിൽ കണക്ഷൻ ഉണ്ടോ എങ്ങനെ ചെക്ക് ചെയ്തത്? 3 കമ്പ്യൂട്ടറും ഒരു സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പം ഇതിലെല്ലാത്തിനും ഇന്റർനെറ്റ് കിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെല്ലാം IP ഡൈനാമിക് ആയിരിക്കും. ഈ മോഡം, കേബിൾ ആണെങ്കിൽ കേബിൾ, അല്ലെങ്കിൽ ജിയോ, മറ്റേ ഏഷ്യാനെറ്റ് അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ അവര് BSNL. ഓക്കെ, അപ്പം BSNL മോഡം നിങ്ങൾക്ക് DSCC വഴി അയച്ചു തരുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് ഒരു റേഞ്ച് ഈ വിഷയം അയച്ചു കിട്ടും. ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, കണക്റ്റഡ് ആണ്. അപ്പൊ ഇന്നൊരു പാക്കറ്റ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ പാക്കറ്റ് ഈ വഴി ഇങ്ങനെ കറങ്ങിയിട്ട് ഇതിലിങ്ങനെ കറങ്ങി നിങ്ങളെ സ്വിച്ചിൽ കയറി മോഡത്തിലെത്തി ആ വഴി അങ്ങ് പോകും. തിരിച്ചു കഴിയുമ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ കേബിൾ മോഡത്തിൽ നിന്ന് സ്വിച്ചിലേക്ക് വന്നു. അപ്പൊ അതിന്റെ പാക്കറ്റിൽ മാപ്പ് നോക്കി എവിടെയാണോ ഡെലിവറി ചെയ്യേണ്ടത് അത് ഡെലിവറി ചെയ്തു. ഓക്കെ, ഈ മിഷനിൽ ഡീഫാൾട്ട് കമ്മ്യൂണിക്കേറ്റഡ് ആണ്, ചെക്ക് ചെയ്തില്ല എന്നേ ഉള്ളൂ. ഓക്കെ, അത് ചെക്ക് ചെയ്യാൻ നമ്മൾ ഇന്നലെ പറഞ്ഞു. അപ്പൊ നമ്മളവിടെ എന്താണ് ഇല്ല, ഇന്നലെ പറഞ്ഞില്ല. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ വേറൊരു വിഷയമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ വിൻഡോസിന്റെ കമാൻഡ് സെയിം ആണ്. വിൻഡോസ് ആയാലും ലിനക്സിലായാലും. വിൻഡോസിലാണെങ്കിൽ നമ്മൾ
ഇപ്പോൾ സി എം ഡി എടുത്തതിന് ശേഷം പിങ് എന്നുള്ള കമാൻഡ്, ഇത് രണ്ടും ഇത് സെയിം കമാൻഡ് തന്നെയാണ് ലിനക്സിലും വിൻഡോസിലും യൂസ് ചെയ്യുന്നത്. മാക്കിലും ഇത് തന്നെയാണെന്ന് തോന്നുന്നു, മാക്ക് എനിക്ക് അത്ര ഉറപ്പില്ല. പിങ്, അപ്പം എൻ്റെ ഗേറ്റ് വേ എന്ന് പറയുന്നത് 192.168.1.1 ആണെന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടും. ഇതിങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഈ മെഷീനും, അതായത് ഞാനിരിക്കുന്ന ലാപ്ടോപ്പും 192.168.1.1 എന്നുള്ള മെഷീനും തമ്മിൽ, അതായത് എൻ്റെ കേബിൾ മോഡം അത് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നാണ്. ഇനി ഇതിൽ 1.1 പകരം ഞാൻ 1.2 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഔട്ട്പുട്ട് നോക്കാം. അപ്പോൾ അൺറീച്ചബിൾ ആയിരിക്കും, കാരണം അങ്ങനെ ഒരു മെഷീൻ ഇല്ല. ഓക്കെ, അപ്പോൾ റിക്വസ്റ്റ് ടൈം ഔട്ട്, പാക്കറ്റ് അങ്ങോട്ട് അയച്ചു പക്ഷേ റിപ്ലൈയും തിരിച്ചു വന്നില്ല. സോ റിക്വസ്റ്റ് ടൈം ഔട്ട്. ഓക്കെ, അപ്പോൾ പിങ് എന്നുള്ള കമൻറ്റാണ് നമ്മൾ രണ്ട് മെഷീൻ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ കണക്ടിവിറ്റി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പം ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് റിക്വസ്റ്റ് ടൈം ഔട്ട് ആണെങ്കിൽ അത് പല കാര്യങ്ങളുണ്ടാവും. ഒന്നുകിൽ കേബിൾ അൺപ്ലഗ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ കേബിൾ ബ്രോക്കൺ ആയിരിക്കും, അല്ലെങ്കിൽ ഈ IP തെറ്റായിരിക്കും, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും കൊണ്ടും ഇത് സംഭവിക്കാം. ഓക്കെ, അപ്പോൾ അത് പിന്നെ നമ്മൾ റെക്ടിഫൈ ചെയ്ത് എടുക്കലാണ്. ഇനി ഇവിടെ നമ്മൾ പിങ് ഒരു IP അഡ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ മെഷീൻ ചെക്ക് ചെയ്യും. എന്ത് ചെക്ക് ചെയ്യും? ആ മെഷീൻ നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ നെറ്റ്വർക്ക് തന്നെയാണ്. ഇപ്പോൾ എല്ലാ മെഷീനും കൂടെ ഒരു സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഇത് അല്ലാതെ ഒരു നെറ്റ്വർക്കിൽ ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ കാരണം നിങ്ങൾ സ്റ്റാറ്റിക് IP നിങ്ങൾ കൊടുക്കുന്ന കേസാണെങ്കിൽ, അപ്പം ഇതിന് നിങ്ങൾക്ക് സ്റ്റാറ്റിക് IP ഒരു മെഷീൻ നിങ്ങൾ 192.168.2.1 കൊടുത്തു, മറ്റേ മെഷീൻ നിങ്ങൾ കൊടുക്കുന്ന IP B ക്ലാസ്സിലേക്ക് പോയി 172.30.6.3. ഇതൊരു ക്ലാസ് B പ്രൈവറ്റ് IP ആണ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കാമല്ലോ. ഇതിന് നിങ്ങൾ ക്ലാസ് B ആയതുകൊണ്ട് നിങ്ങൾ ഡീഫോൾട്ട് നെറ്റ് മാസ്ക് യൂസ് ചെയ്തു 255.255.0.0. അപ്പോൾ ഈ മെഷീൻസ് എല്ലാം നിങ്ങൾ സെറ്റിൽ കണക്ട് ചെയ്തു എന്നുള്ളതിൻ്റെ അർത്ഥം ഈ മെഷീൻസ് എല്ലാം തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോയെന്നോ അല്ലെങ്കിൽ ഇതെല്ലാം ഒരു നെറ്റ്വർക്കിലാണെന്നോ അർത്ഥമില്ല. ഇനി എപ്പോഴാണ് നമ്മൾ ഈ മെഷീൻസ് എല്ലാം ഒരേ നെറ്റ്വർക്കിലാണെന്ന് പറയാം? ദാറ്റ് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഒരേ നെറ്റ്വർക്കിലാണെങ്കിൽ നമ്മൾ പിങ് IP അഡ്രസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് രണ്ട് മെഷീൻ, ഒരു സോഴ്സ് മെഷീനും ഒരു ഡെസ്റ്റിനേഷൻ മെഷീനും, ഇത് നിങ്ങളൊരു സ്വിച്ച് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു സോഴ്സ് മെഷീൻ സോഴ്സ്, വേറൊരു മെഷീൻ ഡെസ്റ്റിനേഷൻ. അപ്പം നമ്മൾ സെലക്ട് ചെയ്ത IP എന്ന് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ 192.168 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിനെ 2.0 എന്ന് പറയും, 2.0. ഓക്കെ, ഇനി നിങ്ങൾ ഈ സോഴ്സ് മെഷീനിൽ ഇരുന്നിട്ട് ഇവിടെയാണ് നിങ്ങൾ പിങ്, ഇത് 2.1 ആണ്, ഇത് 2.2 ആണ്. ഓക്കെ, 2.1 ആണ്, 2.2 ആണ്. IP-നെ പറ്റി മാത്രമേ നമ്മളിപ്പം പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ സോഴ്സ് മെഷീനിൽ ഇരുന്നിട്ട് CMD എടുത്തു, ഒരു ടെർമിനൽ എടുത്തു, വിൻഡോസിൻ്റെ കേസിൽ. അപ്പോൾ ലിനക്സിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അവിടെ കമാൻഡ് കൊടുത്തു പിങ് 192.168, ഈ IP ഫുള്ളായിട്ട് കൊടുത്തു 2.2. ഓക്കെ, ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ മിഷൻ അടുത്ത സ്റ്റെപ്പിൽ ഈ മിഷൻ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ എങ്ങനെയാണ് ഈ മിഷൻ ഈ ഒരു IP അഡ്രസ് ഉള്ള മിഷൻ ഈ നെറ്റ്വർക്കിലാണോ അല്ലോ എന്ന് തിരിച്ചറിയാം. അതിന് ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മിഷൻ്റെ IP 2.1 ആണ്. ഈ മിഷനിൽ ഇരുന്നിട്ടാണ് നിങ്ങൾ പിങ് 2.2 കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മിഷൻ ചെയ്യുന്നത് 192, നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ മിഷൻ്റെ IP 1 അങ്ങോട്ടാണ് പാക്കറ്റ് അയക്കേണ്ടത്. 192.168.2.2 2.2
ഈ വാല്യൂ ബിറ്റ് വൈസ് ആൻഡ് വിത്ത് മാസ്ക്. നിങ്ങൾ ഏതാണോ മാസ്ക് കൊടുത്തത് അത് വിത്ത് ദ മാസ്ക്, നെറ്റ്വർക്ക് മാസ്ക്. ഓക്കെ. അതേപോലെ തന്നെ അതെന്ത് ചെയ്യും, അതിൻ്റെ ഐ പി എന്താണ് 192.168.2.1 ബിറ്റ് വൈസ് ആൻഡ് വിത്ത് ഇറ്റ്സ് മാസ്ക്. അപ്പോൾ മാസ്ക് രണ്ടും സെയിം ആയിരിക്കും. ഇവിടെ യൂസ് ചെയ്ത മാസ്കും ഇവിടെ യൂസ് ചെയ്ത മാസ്കും രണ്ടും സെയിം ആണ്. അപ്പോൾ ഇതിൻ്റെ ഐ പി അഡ്രസ് വെച്ചിട്ട് ഇത് ബിറ്റ് വൈസ് ആൻഡ് ചെയ്യും അതിൻ്റെ മാസ്ക്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് മാസ്ക് രണ്ടും ഒരേ വാല്യൂ ആണ്. അപ്പോൾ ഈ മെഷീന് 2.1 എന്നുള്ള മെഷീന് അതിൻ്റെ മാസ്ക് മാത്രമേ അറിയൂ, മറ്റേ മെഷീൻ്റെ മാസ്ക് എന്താണെന്ന് ഒന്നും അറിയില്ല. നിങ്ങൾ ഒരു ഐ പി കൊടുത്തു, അതുമായിട്ട് പിങ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇതിന് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതിൻ്റെ മാസ്ക് എടുത്തിട്ട്, അപ്പോൾ ഇതിൻ്റെ ഐ പി ഇതിനറിയാം, ഇതിൻ്റെ മാസ്ക് ഇതിനറിയാം. ഓക്കെ. അതേപോലെ തന്നെ മറ്റേ മെഷീൻ മറ്റേ ഐ പി എന്ന് പറയുന്നത് നിങ്ങൾ ഇതാണെന്ന് ഏത് വഴി അറിയാം, നിങ്ങൾ കൊടുക്കുന്ന കമാൻഡ് പിങ് ഒരു ഐ പി ആയതുകൊണ്ട്, ഡെസ്റ്റിനേഷൻ മെഷീൻ ഐ പി ആയതുകൊണ്ട് സോഴ്സ് മെഷീൻ അറിയാം ഇതാണ്, ഈ മെഷീനായിട്ടാണ് അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ മെഷീന് ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ഇതിനറിയില്ല. ഇതിൽ OS ഏതാ അറിയില്ല, ഇതിൻ്റെ എന്താണ് നെറ്റ് മാസ്ക് ഏതാ അറിയില്ല, വേറെ ഒന്നും അറിയില്ല. ഓക്കെ. പക്ഷേ ഇത് മാത്രം അറിയും. ആ വാല്യൂ എടുക്കും ഈ മെഷീനിൽ, അതായത് സോഴ്സ് മെഷീനിൽ 2.1 എന്താണോ മാസ്ക് കൊടുത്തുള്ളത് ആ മാസ്ക് എടുത്തിട്ട് ഇതും ബിറ്റ് വൈസ് ആൻഡ് ചെയ്യും. അതിൽ കിട്ടുന്ന റിസൾട്ട്, അപ്പോൾ ഇതിനെ നമ്മൾ R1 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇതിനെ R2 എന്ന് വിളിക്കും. ഇതിനെ നമ്മൾ R1 എന്ന് വിളിച്ചു, ഇതിനെ നമ്മൾ R2 എന്ന് വിളിച്ചു. ഇത് രണ്ടും ഈക്വൽ ആയാൽ അതിൻ്റെ മീനിങ് ഈ രണ്ട് മെഷീനും SRC ആൻഡ് DST ഇൻ സെയിം നെറ്റ്വർക്ക്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു മെഷീൻ തീരുന്നത്. സെയിം നെറ്റ്വർക്കിലെ മെഷീൻസ് തമ്മിൽ ബൈ ഡിഫോൾട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ബൈ ഡിഫോൾട്ട് എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ രണ്ട് മെഷീനും കൂടെ നിങ്ങളൊരു സ്വിച്ചിനകത്തേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ പിങ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫയൽ ഷെയറിങ്ങും ബാക്കി കാര്യങ്ങളെല്ലാം നടക്കണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് മെഷീനും സെയിം നെറ്റ്വർക്കിലായിരിക്കണം. അത് തീരുമാനിക്കുന്ന ഈ രീതിയിലാണ്. അപ്പോൾ ഈ രണ്ട് ബിറ്റ് വൈസ് ആൻഡ് മാസ്കുമായിട്ട് ബിറ്റ് വൈസ് ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് രണ്ടും സെയിം ആണെങ്കിൽ ഈ രണ്ട് മെഷീനും സെയിം നെറ്റ്വർക്കിലായിരിക്കും. ബൈ ഡിഫോൾട്ട് ആ മെഷീന് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പം ബൈ ഡിഫോൾട്ട് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ബൈ ഡിഫോൾട്ട് ഈ രണ്ട് മെഷീൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഐ പികൾ ഏത് മെഷീനാണോ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മാസ്കും ആയിട്ട് ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട്, നിങ്ങൾക്ക് രണ്ട് റിസൾട്ട് കിട്ടും. ഈ രണ്ട് റിസൾട്ടും സെയിം ആണെങ്കിൽ നമ്മൾ പറയും ഈ രണ്ട് മെഷീനും സെയിം നെറ്റ്വർക്കിലാണ്, ഈ രണ്ടും തമ്മിൽ ബൈ ഡിഫോൾട്ട് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. ഓക്കെ. ഇനി നമുക്ക് എന്ത് കിട്ടും നോക്കാം. അപ്പോൾ ആദ്യത്തെ കേസിൽ സോഴ്സ് 1 എന്നുള്ള മെഷീൻ 192.168.2.1. ഓക്കെ, 2.1 ആണ് ആദ്യത്തെ മെഷീൻ. നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഫോൾട്ട് നെറ്റ് മാസ്ക് ആണ്. അപ്പം ക്ലാസ് C ആണ്. അപ്പോൾ ഡിഫോൾട്ട് നെറ്റ് മാസ്ക് എന്ന് പറയുന്നത് 200 എല്ലാ ബിറ്റുകളും 1, നെറ്റ്വർക്ക് പാർട്ടിലെ എല്ലാ ബിറ്റുകളും 1, 255.255.255. പോസ്റ്റ് പാർട്ട് 0. ഓക്കെ. ഇത് നിങ്ങൾ ബിറ്റ് വൈസ് ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ബിറ്റ് വൈസ് ഓരോ ബിറ്റ് എടുത്തിട്ടും ആൻഡ് ഓപ്പറേഷൻ എടുക്കും ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? നമുക്കറിയാം 1 and 1 എന്താണ്, ഒന്ന് ഏത് 0 ആയിട്ട് ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 0 ആയിരിക്കും,
ആ ഒന്നുമായിട്ട് ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതായിട്ടാണ് ആൻഡ് ചെയ്യുന്നത് ആ നമ്പർ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 192ൻ്റെ ബിറ്റ് പാറ്റേൺ എന്തോ ആയിക്കോട്ടെ, എന്തോ ഒരു പാറ്റേൺ, പക്ഷേ തൽക്കാലം നമുക്കൊരു പാറ്റേൺ അങ്ങ് എടുക്കാം. ഇതാണെന്ന് വയ്ക്കുക 11001111. ഓക്കെ, അത് നിങ്ങൾ ബിറ്റ് വൈസ് ആൻഡ് വിത്ത് 1111111. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും മുകളിൽ എന്താണോ അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അതായത് 1ആയിട്ട് നിങ്ങൾ എന്താണോ ആൻഡ് ചെയ്യുന്നത് ബിറ്റ്, ആ ബിറ്റ് തന്നെയായിരിക്കും റിസൾട്ടായിട്ട് വരുന്നത്. അപ്പോൾ 11 ഇവിടെ മുകളിൽ എന്താണോ അത് തന്നെയായിരിക്കും ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 192 പാറ്റേൺ എന്തോ ആയിക്കോട്ടെ, അത് കംപ്ലീറ്റ് 1ഉമായിട്ട്, അതായത് 8 192 8 ബിറ്റാണുള്ളത്. ആ 8 ബിറ്റും നമ്മൾ 8 1ഉമായിട്ട് ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്തായിരിക്കും? മുകളിലത്തെ പാറ്റേൺ തന്നെയായിരിക്കും, അതായത് 192 തന്നെയായിരിക്കും. 192 ഇവിടെ അതുതന്നെ 168ൻ്റെ പാറ്റേൺ എന്തോ ആയിക്കോട്ടെ, അത് ആൻഡ് ചെയ്യുന്നത് കംപ്ലീറ്റ് 1ഉമായിട്ടാണ്. അപ്പം 168ൻ്റെ പാറ്റേൺ എന്താണോ അത് തന്നെ നമുക്ക് കിട്ടും. 168. ഇപ്പം ഇവിടെ വീണ്ടും 255 കംപ്ലീറ്റ് 1 ആണ്. അപ്പോൾ 2 എന്ന് പറഞ്ഞ പാറ്റേൺ എന്താണ്? 6 0 വരും, പിന്നെ 1 0 വരും. 2ൻ്റെ ബൈനറി എന്ന് പറഞ്ഞാൽ 1 0 ആണ്. അപ്പോൾ 8 ബിറ്റാണ്. അപ്പോൾ 6 0 1 0. ഓക്കെ, അതാണ് 2. എന്തോ ആയിക്കോട്ടെ, പാറ്റേൺ എന്തോ ആയിക്കോട്ടെ, അത് ആൻഡ് ചെയ്യുന്ന ഏതായിട്ടാണ്? 1ആയിട്ടാണ്. എല്ലാം 1ആയിട്ടാണ്. അപ്പോൾ ഇവിടെ 2 തന്നെ കിട്ടും. ഇനി ഇവിടെ ആൻഡ് ചെയ്യുന്ന എന്താണ്? 0 ആയിട്ടാണ്. അപ്പോൾ 0 ആയിട്ട് ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആൻഡ് 0 എന്താണ്? 0 ആണ്. 0 ആൻഡ് 0 എന്താണ്? 0 ആണ്. എന്ത് ആൻഡ് ചെയ്താലും ശരി, 0 കംപ്ലീറ്റ് 0 ആയിട്ട് നിങ്ങൾ എന്ത് ആൻഡ് ചെയ്താലും ശരി, നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് 0 ആണ്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ വേറെ എവിടെ കണ്ടിട്ടുണ്ട്. 192 160 2.0 എന്നുള്ള ഈ സാധനം നമ്മൾ വേറെ എവിടെ കണ്ടിട്ടുണ്ട്. ഇതെന്താണ് ശരിക്കും? നെറ്റ്വർക്ക് ID. ഓക്കെ, അതായത് മാസ്കും IP-യും കൂടെ ബിറ്റ് വൈസ് ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് നെറ്റ്വർക്ക് ID ആണ്. അപ്പോൾ ഈ രണ്ട് നെറ്റ്വർക്കും രണ്ടിൻ്റെ നെറ്റ്വർക്ക് ID സെയിം ആണെങ്കിൽ അതിന് മീനിങ് ഈ രണ്ട് മെഷീനും സെയിം നെറ്റ്വർക്കാണ്. ഓക്കെ, ഇനി ഇതേ മാസ്ക് വെച്ചിട്ട് നമ്മൾ 192 168 2.1 ഓക്കെ 2.2 ഓക്കെ അതാണ് 2.2 ആണ്. 192.168.2.2 and bitwise and in the 255.255.255.0 ആണ്. ഡിഫോൾട്ട് മാസ്ക്. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. 192 നോ ഡൗട്ട്. കാരണം എന്താണ്? 192ൻ്റെ പാറ്റേൺ എന്തോ ആയിക്കോട്ടെ, അത് ആൻഡ് ചെയ്യുന്നത് കംപ്ലീറ്റ് 1ആയിട്ടാണ്. അപ്പോൾ ഇവിടെ 168ൻ്റെ പാറ്റേൺ എന്തോ ആയിക്കോട്ടെ, നമ്മൾ ആൻഡ് ചെയ്യുന്നത് 255, അതായത് കംപ്ലീറ്റ് 1ആയിട്ടാണ്. അപ്പോൾ 168 തന്നെ കിട്ടും. ഇവിടെ 2 പാറ്റേൺ എന്തോ ആയിക്കോട്ടെ, 8 ബിറ്റ് വെച്ചിട്ടുള്ള പാറ്റേൺ എന്തോ ആയിക്കോട്ടെ, കംപ്ലീറ്റ് 1ആയിട്ടാണ് നമ്മൾ ആൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2 തന്നെ കിട്ടും. ഇവിടെ 0 ആയിട്ടാണ് നമ്മൾ ആൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് പാറ്റേൺ ആയിക്കോട്ടെ മുകളിലുള്ളത് നിങ്ങൾക്ക് റിസൾട്ട് 0 ആണ്. ഓക്കെ, അപ്പം ഇത് രണ്ടും എന്താണ്? സെയിം ആണ്. ഓക്കെ, അതായത് നമ്മുടെ ആദ്യത്തെ മെഷീൻ നെറ്റ്വർക്ക് ഐഡിയും രണ്ടാമത്തെ മെഷീൻ നെറ്റ്വർക്ക് ഐഡിയും സെയിം ആണ്. അപ്പോൾ ആ രണ്ട് മെഷീനും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ രീതിയിലാണ്. അപ്പോൾ നമ്മൾ പിങ് എന്നുള്ള കമൻറ്റ് കൊടുക്കുന്നത് ഇതിനകത്താണ് നിങ്ങൾ കൊടുക്കുന്നത്. ഈ സോഴ്സിനാണ് നിങ്ങൾ കൊടുക്കുന്നത്. പിങ്ങിൻ്റെ കൂടെ ഡെസ്റ്റിനേഷൻ മെഷീൻ ഏതാണോ അതിൻ്റെ IP-യും കൂടെ കൊടുക്കും. അപ്പോൾ ഈ മെഷീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ IP-യും അതിൻ്റെ മാസ്കും കൂടെ ബിറ്റ് വൈസ് ആൻഡ് ചെയ്ത് നോക്കും. ആ കിട്ടുന്ന റിസൾട്ട് ഈക്വൽ ടു ഡെസ്റ്റിനേഷൻ മെഷീൻ ഏതാണോ ആ മെഷീൻ്റെ IP-യും സോഴ്സിൻ്റെ മാസ്കും കൂടെ ആൻഡ് ചെയ്തു. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ, ഈ രണ്ടെണ്ണം കിട്ടുന്ന നെറ്റ്വർക്ക് ID ആയിരിക്കും. ഇത് R1 R2 പറയുന്ന വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, നെറ്റ്വർക്ക് ID ആയിരിക്കും. അപ്പോൾ ഈ മെഷീൻ്റെ സോഴ്സ് മെഷീൻ്റെ നെറ്റ്വർക്ക് ഐഡിയും ഡെസ്റ്റിനേഷൻ മെഷീൻ്റെ നെറ്റ്വർക്ക് ഐഡിയും സെയിം ആണെങ്കിൽ അതിന് നമുക്ക് എന്താണ് റിപ്ലൈ കിട്ടും. ദേ ക്യാൻ കമ്മ്യൂണിക്കേറ്റ്. ഈ രീതിയിലാണ്. അപ്പോൾ ഇതാണ് ഈ മാസ്കിൻ്റെ റോള്. അതായത് ഏത് നെറ്റ്വർക്കിലാണെന്ന് തീരുമാനിക്കാനാണ് ഈ മാസ്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാസ്ക് ഇല്ലാതെ പ്രത്യേകിച്ച് IP കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ IP-യും മാസ്കും കൂടെ ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ നെറ്റ്വർക്കിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഈ IP-യും മാസ്കും വേണം. അപ്പോൾ ഇതാണ് മാസ്കിൻ്റെ റോള്. ഇത് ബിറ്റ് വൈസ് ആൻഡ്. ഓക്കെ, അത് ഓരോ ബിറ്റ് എടുത്തിട്ട് ആൻഡ് ചെയ്യാം. ഇനി നമ്മുടെ കേസിൽ അപ്പോൾ ഈ IP നിങ്ങൾക്ക് ഏതും സ്റ്റാറ്റിക് IP നിങ്ങൾ ഏതും കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഒരു പ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ ഓഫീസിനകത്ത് 2 കമ്പ്യൂട്ടർ ഉണ്ട്. അതൊരു സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണത്തിനെ .192.168.10.100 കൊടുത്തു. മാസ്ക് ഡീഫോൾട്ടാണ് 3255 255 0. ഓക്കെ, ഈ മെഷീന് ഞാൻ കൊടുക്കുന്ന IP ഒരു ക്ലാസ് B ആണ്. ഇത് ക്ലാസ് C ആണ്. ക്ലാസ് B 172.18.2.25. ക്ലാസ് ബിയുടെ ഡീഫോൾട്ട് മാസം വന്ന് 2,255 255 0.0. അപ്പോൾ ഈ മെഷീനിൽ ഇരുന്നിട്ട് നിങ്ങൾ പിൻ 172.18.2.25 കൊടുത്തു കഴിഞ്ഞാൽ റിപ്ലൈ കിട്ടില്ല. കാരണം എന്താണ്? അപ്പോൾ ഈ മെഷീനാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഈ മെഷീനിൽ ഇരുന്നിട്ടാണ് നിങ്ങളിത് ചെയ്യുന്നത്. 172.18.2.25 ഇതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് നിങ്ങൾ നോക്കുന്നത്. അപ്പോൾ പിങ്ങിന് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് ICMP. അപ്പോൾ ICMP പാക്കറ്റ് ഇത് ഇറച്ചിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ്. അപ്പോൾ ICMP പാക്കറ്റ് സെൻഡ് ചെയ്യും. റിസീവിങ് മെഷീൻ അത് എന്ത് ചെയ്യും? അതിൻ്റെ റിപ്ലൈ സോഴ്സിലേക്ക് കൊടുക്കും. ഓക്കെ, അപ്പോഴാണ് എന്താണ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ ടാസ്ക് തന്നെയാണ്. ഈ 192.168 അപ്പോൾ ഇത് പിങ് ചെയ്യുന്നതിന് മുമ്പ് ഇത് രണ്ടും സെയിം നെറ്റ്വർക്ക് ആണോ ചെക്ക് ചെയ്യും. അപ്പോൾ അതിന് 192.168.10.100 bitwise and with its mask. അപ്പോൾ ഈ മെഷീൻ്റെ മാസ്ക് എന്ന് പറയുന്നത് 250 ഈ മെഷീൻ്റെ മാസ്ക് എന്ന് പറയുന്നത് 255.255.255.0 ആണ്. ഇനി പിങ്ങിൽ വരുന്ന മറ്റേ മെഷീൻ്റെ IP രജിസ്ട്രേഷൻ മെഷീൻ IP 172.18 ആണ്. 18.2.25 ആണ്. അതും ഈ മെഷീൻ തന്നെ ചെയ്തു നോക്കും. 172.18.2.25. ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന മാസ്ക് ഇതായിരിക്കില്ല. കാരണം ഈ മെഷീന് ആൾക്കൂടി അറിയാവുന്ന അതിൻ്റെ IP അതിൻ്റെ മാസ്ക് ഉണ്ട്. അപ്പം അതിൻ്റെ മാസ്ക് തന്നെ എടുക്കും. 255.255.255.0. അപ്പോൾ ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് സെയിം ആയിരിക്കും. ഇത് രണ്ടും സെയിം ആയി കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ID കിട്ടണം. ഈ കിട്ടുന്ന നെറ്റ്വർക്ക് ID ബിറ്റ്വൈസ് ആൻഡ് ചെയ്ത് കിട്ടുന്ന നെറ്റ്വർക്ക് ID ആണ്. ഈ രണ്ട് നെറ്റ്വർക്ക് IDയും സെയിം ആയിരിക്കണം. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് കിട്ടും? 192. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 192 എല്ലാം 1 ആയിട്ടാണ് ആൻഡ് ചെയ്യുന്നത്. അപ്പം മുകളിൽ ഏതാണോ അതിന് താഴെ കിട്ടും റിസൾട്ടായിട്ട്. 192.168.2.0 ആയിട്ട് ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് 0 ആണ്. അപ്പം 2.0. ഓക്കെ, ഇത് ഈ മെഷീൻ അതിൻ്റെ IPയും അതിൻ്റെ മാസ്കും വെച്ചിട്ട് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻ മെഷീനും ഈ മെഷീൻ്റെ മാസ്കും, അതായത് ഈ മാസ്ക്
റീമിഷൻ ചെയ്യും, ഇതിൻ്റെ മാസ്ക് അറിയും, മറ്റേതിൻ്റെ മാസ്ക് അറിയില്ല. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ 250 തന്നെ കംപ്ലീറ്റ് 1 ആണ്. സോ 172. ഇനി 18 and 255. 250 കംപ്ലീറ്റ് 1 ആണ്. അപ്പോൾ ഒന്നും നോക്കാനില്ല, മോൾ എന്താണുള്ളത് അത് തന്നെ. ഇനി ഇവിടെ 255 അപ്പം 2, മുകളിൽ എന്താണോ അത് തന്നെ കിട്ടും. ഇവിടെ 0 ആയിട്ടാണ് നിങ്ങൾ ബിറ്റ് വൈസ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് തന്നെ ചെയ്താലും റിസൾട്ട് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇത് രണ്ടും സെയിം ആണോ? അല്ല. അപ്പം ഇത് രണ്ടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിലാണ് ഒരു മിഷൻ തീരുമാനിക്കുന്നത് അതിൻ്റെ ഡെസ്റ്റിനേഷൻ മിഷനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഇതാണ് മാസ്കിൻ്റെ റോള്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നെറ്റ് മാസ്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടർ അതിൻ്റെ ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടർ അത് സോഴ്സാണ്, അവിടുന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ ഇല്ലോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെക്ക് ചെയ്യുന്നത് ആർ ദേ ഇൻ ദ സെയിം നെറ്റ്വർക്ക്. അത് തീരുമാനിക്കുന്നത് ബൈ ബിറ്റ് വൈസ് ആൻഡ് വിത്ത് ഇറ്റ്സ് മാസ്ക്. ഓക്കെ, കാരണം മറ്റേ മെഷീൻ്റെ മാസ്ക് ഏതാണെന്ന് ഇതിനറിയില്ല. ഇതിനാക്കുള്ള അറിയാവുന്നത്, സോഴ്സ് മെഷീനാക്കുള്ള അറിയാവുന്നത് അതിൻ്റെ IP അതിൻ്റെ മാസ്കാണ്. അപ്പോൾ ആദ്യം അതിൻ്റെ IP അതിൻ്റെ മാസ്കും കൂടെ ബിറ്റ് വൈസ് ആൻഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ നെറ്റ്വർക്ക് ID കിട്ടും. പിന്നെ നിങ്ങൾ പിങ്ങോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനോ ഏതാണോ പറഞ്ഞിട്ടുള്ളത് അതിലേതാണോ IP പറയുന്നത് ആ IPയും ഇതിൻ്റെ തന്നെ മാസ്കും. കാരണം അതിന് മറ്റേ മെഷീൻ്റെ മാസ്ക് അതിൽ OS ഏതാണ് അതിൻ്റെ മാസ്ക് ഏതാണോ ഒന്നും ഈ മെഷീൻ അറിയില്ല, സോഴ്സിന് അറിയില്ല. അപ്പോൾ സോഴ്സിന് അറിയാവുന്ന അതിൻ്റെ IP അതിൻ്റെ മാസ്കാണ്. അപ്പം ഡെസ്റ്റിനേഷൻ നിങ്ങൾ വരുന്ന IPയും ഈ മെഷീൻ്റെ മാസ്കും വെച്ചിട്ട് ബിറ്റ് വൈസ് സെൻഡ് ചെയ്യും. ഈ കിട്ടുന്ന രണ്ട് റിസൾട്ടും അതായത് കിട്ടുന്ന നെറ്റ്വർക്ക് ID ആയിരിക്കും. ഈ രണ്ട് നെറ്റ്വർക്ക് IDയും സെയിം ആണെങ്കിൽ അതിൻ്റെ മീനിങ് ഈ രണ്ട് മെഷീനും സെയിം നെറ്റ്വർക്കിലാണ്. ദേ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ബൈ ഡിഫോൾട്ട്. ബൈ ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ വിത്ത് റൂട്ടർ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കാം. ഓക്കെ, അപ്പം ബൈ ഡിഫോൾട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ നെറ്റ്വർക്ക് ID സെയിം ആയിരിക്കണം. അപ്പം നെറ്റ്വർക്കും IP അഡ്രസ്സും മാസ്കും വെച്ചിട്ട് ബിറ്റ് വൈസ് ആൻഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ഇത് രണ്ടും സെയിം ആണെങ്കിൽ അതിന് ബൈ ഡിഫോൾട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾ ഏറ്റവും മിനിമം IP അഡ്രസ്സും മാസ്കും കൊടുക്കണം. അപ്പം മാസ്ക് ഇല്ലാതെ IP അഡ്രസ് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ മാസ്ക് ഇല്ലാതെ IP അഡ്രസ് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം നിങ്ങളൊരു ബ്രോഡ്ബാൻഡ് അല്ല ഒരു ഡെഡിക്കേറ്റഡ് ഇൻ്റർനെറ്റ് ലൈൻ വാങ്ങിക്കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് IP റേഞ്ച് തരും, അതിൻ്റെ കൂടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട മാസ്കും തരും. അപ്പോൾ ഇത് രണ്ടും പിന്നെ DNSഉം തരും. അപ്പോൾ ഇത് രണ്ടും ഈ IPയും മാസ്കും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അല്ലാതെ ഒരു മിഷൻ IP മാത്രം കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. ഓക്കെ, സോ ദിസ് ഈസ് ദ കേസ് ഓഫ് മാസ്ക്. ഇപ്പം നമ്മൾ പറഞ്ഞത് ഡീഫോൾട്ട് മാസ്കിൻ്റെ കാര്യമാണ്. ഇനി ഒരു കേസ് വരികയാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഒരു എന്താ പറയുക ഒരു ഓർഗനൈസേഷൻ ഇപ്പം അതിനകത്ത് 2 ഓഫീസുണ്ട്. അപ്പം നിങ്ങൾ C ക്ലാസ് നെറ്റ്വർക്ക് സെലക്ട് ചെയ്തു. അതിൽ C ക്ലാസ് അതിൽ ഏത് നെറ്റ്വർക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. യു ആർ ഫ്രീ ടു യൂസ് എനി നെറ്റ്വർക്ക്, C ക്ലാസ് പ്രൈവറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു കേസിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് 1 അതിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക്, ഇപ്പോൾ നെറ്റ്വർക്ക് മീൻസ് നെറ്റ്വർക്ക് ID 192.160.1.0 ഡിപ്പാർട്ട്മെൻറ്റ് 1 കൊടുക്കാം. 2-നാണെങ്കിൽ നിങ്ങൾക്ക് 2.0 കൊടുക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് 3-ക്കാണെങ്കിൽ 3.0 കൊടുക്കാം. ഓക്കെ, വിത്ത് ഡിഫോൾട്ട് നെറ്റ് മാസ്ക് 255.255.255.0. ഈ രീതിയിലാണ് നമ്മൾ അത് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതായത് 1.0 നെറ്റ്വർക്ക്. ഇപ്പോൾ അഡ്രസ്സുകൾ 1.1, 1.2, 1.3 അതുപോലെ 1.254 വരെ വരും. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് 2-ലാണെങ്കിൽ 2.1, 2.0 നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഇസ് ദ നെറ്റ്വർക്ക് ID. ഓക്കെ, 2.1, 2.2, 2.254 അവിടെ വരെ പോകും. ഓക്കെ, അപ്പം ബാർ 255.255.255.0. ഓക്കെ, ഇതിൻ്റെതും അങ്ങനെ തന്നെ. അപ്പോൾ ഈ രീതിയിൽ ഏത് നെറ്റ്വർക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടെങ്കിൽ
ഓക്കെ, അപ്പം പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഡീഫോൾട്ട് നെറ്റ് മാസ്കുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ഇനി അടുത്ത കേസിൽ നമ്മൾ പറയുന്നത് ക്ലാസ് സി നെറ്റ്വർക്ക് തന്നെ, ബട്ട് you don't have the freedom to use all private ranges. Okay, suppose we have departments only 2, 1 and 2. Okay, അപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ മുമ്പിലുള്ള ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂട്ട് 192.168.1.0 നെറ്റ്വർക്ക്, അതായത് ഐ പി എസ് എന്ന് പറയുന്നത് 1.1, 1.2, 1.254 വരെ ഉണ്ടാവും. നെറ്റ്വർക്ക് between department 1 and department 2. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് ഈ ഒരു നെറ്റ്വർക്ക് മാത്രം യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ. യു കാൺ യൂസ് 2.0, യു കാൺ യൂസ് 3.0, 4.0, 5.0, ആ രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. യു ഹാവ് ബീൻ ആസ്ക്ഡ് ടു ഷെയർ 192.168.1.0 നെറ്റ്വർക്ക്. ദാറ്റ് ഈസ് ദ അഡ്രസ് റേഞ്ച് 1.1, 1.2, 1.3 up to 1.254 among these two departments. ഈ കേസിൽ നിങ്ങൾ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യും? ഓക്കെ, അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് 1-ലെ കമ്പ്യൂട്ടറുകൾക്ക് നിങ്ങൾ കൊടുക്കുന്ന അഡ്രസ്സുകൾ എന്തായിരിക്കും? അപ്പോൾ ഇവിടെയും കുറച്ച് കമ്പ്യൂട്ടർ ഉണ്ട്, അപ്പോൾ ഇവിടെയും കുറച്ച് കമ്പ്യൂട്ടർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന അഡ്രസ്സുകൾ ഏതായിരിക്കും? ഇപ്പോൾ നേരത്തെ കേസിൽ നമുക്ക് എളുപ്പമാണ്. 1 നെറ്റ്വർക്ക് 1.0 നെറ്റ്വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് 1-നും 2.0 നെറ്റ്വർക്ക് നിങ്ങൾ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും 2.1, 2.2, 2.3 എന്നുള്ളത് സെക്കൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് യൂസ് ചെയ്യാം. 3.1, 3.2, 3.3 എന്നുള്ളത് തേർഡ് ഡിപ്പാർട്ട്മെൻറ്റ് യൂസ് ചെയ്യാം. 1.1, 1.2 എന്നുള്ളത് ഫസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് യൂസ് ചെയ്യാം. ഇത് ഒരു പ്രശ്നമല്ല. ഓക്കെ, പക്ഷേ ഇവിടെ നിങ്ങൾ വരുമ്പോൾ ഇതൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ വിഷയം നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അവിടെയാണ് ഈ മാസ്കിൻ്റെ കൂടുതൽ റോള് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സബ്നെറ്റ് എന്ന് പറഞ്ഞൊരു ടേമും കൂടെ അവിടെ വരും. സബ്നെറ്റ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നെക്സ്റ്റ് ഡേ നോക്കാം.